അപ്പൊ ഈ 1964 ആ നിയമം അനുസരിച്ച് ലോട്ടറി അടിക്കുന്ന ആരിൽ നിന്നും നിയമാനുസൃതമായ നികുതി ഈടാക്കിയതിനു ശേഷമേ തുക ലഭിക്കുകയുള്ളൂ. അതായത് 10% ഏജന്റ് കമ്മീഷൻ പോകും. അങ്ങനെ 10 ലക്ഷം രൂപ, അതായത് ഇപ്പൊ 1 കോടി രൂപയാണെങ്കിൽ 10% ഏജന്റ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ അവിടെ പോകുന്നു. ബാക്കി 90 ലക്ഷം രൂപയിൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതായത് ഇത് കിട്ടുന്ന ആളിൽ നിന്ന്, സോഴ്സിൽ നിന്ന് തന്നെ നികുതി ഈടാക്കുക. ഈ 90 ലക്ഷം കിട്ടേണ്ട വ്യക്തി ആണല്ലോ ലോട്ടറി അടിച്ചയാള്. 1 കോടിയിൽ നിന്ന് 10% ഏജന്റിന് പോയി, ബാക്കിയുള്ള 90 ലക്ഷത്തിൽ നിന്ന് TDS, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതായത് അത് ലഭിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കുക. അതെത്രയാണ്? 30% നിരക്കിലാണ് ലോട്ടറി സമ്മാനത്തിൽ നിന്ന് നികുതി ഈടാക്കുന്നത്, ആ നിയമപ്രകാരം തന്നെ. അപ്പം അതായത് 27 ലക്ഷം രൂപ അങ്ങനെ ലോട്ടറിയുടെ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആയിട്ട് കുറയുന്നു. പിന്നെ ബാക്കി എത്രയുണ്ട്? ബാക്കിയുള്ളത് 63 ലക്ഷം രൂപയാണ്. ഈ 63 ലക്ഷം രൂപയിൽ തന്നെ 4% സെസ് പിടിക്കുക. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞ് പിടിക്കുന്നത് 4%. അതായത് 1.18 lakh. ഇത്തരത്തിൽ ഏജൻസി കമ്മീഷനും നികുതിയും സർചാർജും സെസ്സും കഴിച്ചാൽ 59,11,200 രൂപ